മോളെ ഉപ്പാടെ ഡ്രസ്സ് ഭംഗിയില്ല, ഉപ്പാനെ വേർപ്പുമാണ് എടുക്കണമെന്നൊന്നും ഉപ്പാനോട് പറയരുത് കേട്ടാ. ഉപ്പാക്കത് എത്ര വിഷമം ഉണ്ടാവും അറിയോ. ഉമ്മ, ഞാൻ ഉപ്പാനോട് അറിയാണ്ട് പറഞ്ഞതല്ലേ, അതിന് ഉപ്പാനോട് ഞാൻ സോറിയും പറഞ്ഞു. മോള് ഇപ്പൊ ചിരിക്കണ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. മോള് ഇപ്പൊ കരയണത് കണ്ടിട്ടുണ്ടാ? ഇല്ല, ഉപ്പ ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഉപ്പാൻ്റെ ഉള്ളിൽ ഉപ്പ കരഞ്ഞാലോ ഉപ്പ പുറമെ കാണിക്കാണ്ട നടക്കുള്ളൂ. മോള് ഉപ്പ ഉരുകണത് കണ്ടിട്ടുണ്ടാ? ഇല്ല. അതൊന്ന് കാണണം. അതെങ്ങനെ കാണുക? അതൊന്ന് കാണണമെങ്കിൽ ഉപ്പ ജോലി ചെയ്യണ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നാ മതി. മരം മുറിച്ച് അത് തോളിൽ വെറ്റി വിയർത്തു കുളിച്ച് ഓരോ ചൂടും വെച്ചിട്ടുള്ള ഉപ്പാടൊരു വരവുണ്ട്. ആ ഉരുകലും കഴിഞ്ഞിട്ട് ഉപ്പ വീട്ടിൽ വരുമ്പോൾ ഉപ്പാനെ നമ്മൾ വേണം തണുപ്പിക്കാൻ. അതെങ്ങനെ തണുപ്പിക്കുക? മോള് കളിക്കുകയാണെങ്കിലും വേറെ എന്ത് തിരക്കിലാണെങ്കിലും ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടെ ഓടിച്ചെന്നിട്ട് ഉപ്പാനെ സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലെ രാജാവാണ് ഉപ്പ. നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തോട് മല്ലിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ്.